രാഷ്ട്രീയ ആകാംക്ഷയുടെ ഒരു വലിയ കേന്ദ്രമായി മാറുകയാണ്. 0 മുതൽ 3 സീറ്റുകൾ വരെ NDAക്ക് പ്രതീക്ഷിക്കുമ്പോൾ, NDAക്ക് പ്രവചിക്കപ്പെടുമ്പോൾ തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരത്താണ്. BJP പക്ഷെ തരൂർ നേടിയ 1 ലക്ഷത്തോളം എത്തി നിൽക്കുന്ന വലിയ ഭൂരിപക്ഷം അത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് അല്ലെ. അതിലേക്ക് വളരെ മാജിക്കൽ നമ്പർ ആയിരുന്നു 99,989. ഒരു 11 വോട്ടുണ്ടെങ്കിൽ 1 ലക്ഷം എന്ന മഹാഭൂരിപക്ഷത്തിലേക്ക് എത്താമായിരുന്നു. അല്ലെങ്കിൽ അത്ര വലിയ കുത്തൊഴുക്ക് വേണം അല്ലെ. ആ കുത്തൊഴുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രശാന്ത് കൃഷ്ണനോടൊപ്പം കേരളത്തിൽ താമര വിരിയുമോ എന്നതാണ് വലിയൊരു ആകാംക്ഷ. അത് അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും എല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരമായിരിക്കും. കേരളത്തിൽ താമര വിരിയുമോ? എന്താണ് ഈ അവസാന നിമിഷത്തെ ഇപ്പോൾ വോട്ടെണ്ണാൻ പോകുമ്പോൾ? ഇനി പ്രഡിക്ഷൻ ഒന്നും വലിയ കഥയൊന്നുമില്ല കേട്ടോ. എങ്കിലും എങ്ങനെയുണ്ട് കൗണ്ടിംഗ് സ്റ്റേഷൻ മുമ്പിലേക്ക് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് പോയപ്പോൾ അവിടുത്തെ സ്ഥിതി? തിരുവനന്തപുരത്തിന്റെ ചങ്കിടിപ്പ് എങ്ങനെയാണ്? കേരളത്തിൽ താമര വിരിയുമെങ്കിൽ അത് ഒരെണ്ണം തിരുവനന്തപുരത്തായിരിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രവചനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം 19 UDFനെ സംബന്ധിച്ച് 19 സീറ്റ് നിലനിർത്തുക അല്ലെങ്കിൽ 20ലേക്ക് എത്തിക്കുക. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും അവരെ സംബന്ധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ശശി തരൂർ UDFനെ സംബന്ധിച്ച് ഒരു ഉറച്ച സീറ്റായിരുന്നു തിരുവനന്തപുരത്ത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നവരെ അത് തന്നെയായിരുന്നു സാഹചര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കടന്നു വരുന്ന സമയത്തും ശശി തരൂരിന് മറച്ചിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയാണെന്നൊരു ഫീൽ വന്നിരുന്നില്ല. പക്ഷേ പ്രചാരണ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തിരുവനന്തപുരത്തെ സീനാകെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. BJP അവരുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള തന്ത്രങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പയറ്റിയിട്ടുണ്ട്. അത് സാമ്പത്തികമായി ഇറക്കിയാണെങ്കിലും അവരുടെ തന്ത്രപരമായ നീക്കങ്ങൾ വഴിയാണെങ്കിലും ശശി തരൂർ കഴിഞ്ഞ 15 വർഷക്കാലം ഏതെല്ലാം ബൂത്തുകളിൽ വോട്ട് ഉയർത്തിയിട്ടുണ്ടോ ആ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വളരെ സൂക്ഷ്മമായ ഒരു പ്രൊഫഷണൽ ടീം നിയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് തിരുവനന്തപുരത്ത് നടന്നത്. അതിനുശേഷം നടന്ന വോട്ടെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJPക്ക് തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ നിൽക്കുമ്പോൾ BJPക്ക് RSSന് അതിനുവേണ്ടി പണിയെടുക്കുന്ന മുഴുവൻ സംവിധാനങ്ങൾക്ക് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ തമ്മിൽ ഇത് സംസാരിച്ചിട്ടുണ്ട് പ്രശാന്ത്. അപ്പോൾ കഴിഞ്ഞ തവണ BJP സമാഹരിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് അവർക്ക് സമാഹരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി എന്നുള്ളതായിരുന്നു. അതിനും മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്തു സാഹചര്യമാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ളത് തിരുവനന്തപുരത്ത്? മാധു, അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം. അതായത് കഴിഞ്ഞ തവണ 3,16,000 വോട്ടാണ് കുമ്മനം രാജശേഖരൻ നേടിയത്. അതായത് ഒരു BJP ചിഹ്നത്തിൽ കിട്ടാവുന്ന പരമാവധി വോട്ടാണ് അതാണ് എന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വോട്ട് അതിൽ ഉണ്ട്. 2,60,000 മേൽ പൊളിറ്റിക്കൽ വോട്ടാണ്. 3,16,000 വോട്ട് ഉറപ്പായും പിടിക്കാൻ സാധിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് വിജയിക്കാൻ സാധിക്കും എന്നതാണ് BJPയുടെ കണക്കുകൂട്ടൽ. കാരണം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനും ശശി തരൂരും തമ്മിലുള്ള വോട്ടന്തരം 1 ലക്ഷത്തിനടുത്താണ്. ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ്. അതായത് ഏകദേശം 1 ലക്ഷത്തോളം വോട്ട് ഇത്തവണ കുറവാണ് ചെയ്തിരിക്കുന്നത്. അതായത് 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിക്കുന്നവർക്ക് ആരായാലും ജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ്. കാരണം പന്ന്യൻ രവീന്ദ്രൻ ഇത്തവണ LDFന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. കാരണം കഴിഞ്ഞ 2 തവണ 2014 19 സാഹചര്യം എടുത്താൽ ബെനറ്റ് എബ്രഹാമും സി ദിവാരനും പിടിച്ചത് 2,50,000 വോട്ടാണ്. കഴിഞ്ഞ തവണ സി ദിവാരൻ പിടിച്ചത് 2,58,000 വോട്ടാണ്. അതിലും നില മെച്ചപ്പെടുത്തും LDF എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ 3 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് LDF പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ BJPക്ക് അനുകൂല സാധ്യതകളുണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കാരണം 9 ലക്ഷത്തിൽ നമുക്ക് വീണ്ടും പോകാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അവിടെ